ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു വീഡിയോകളാണ്. അതായത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബ് എടുത്താലും ഏതിലെടുത്താലും കണ്ടുവരുന്ന ഒരു വീഡിയോ ആണ്. അതായത് സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സിനും ഒരു 10-35 വയസ്സിനൊക്കെ ഇടയ്ക്കുള്ള പെൺകുട്ടികൾ ഒരു വീഡിയോ എടുത്തിടുന്നത്. അതായത് ബസ്സിൽ അടുത്ത സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് തോണ്ടുന്നു, മാന്തുന്നു, അല്ലെങ്കിൽ കയ്യോ കാലോ അവരുടെ ബോഡിയിൽ സ്പർശിക്കുന്നു. അത് ഇൻറ്റൻഷനിൽ കൂടി ചെയ്യുന്നതാവാം, ഇൻറ്റൻഷനിലല്ലാതെ ചെയ്യുന്നതാവാം. അപ്പോൾ ഈ ഇൻറ്റൻഷൻ അല്ലാതെ ചെയ്യുന്നത്, ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീഡിയോ എടുക്കണം, അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, തക്കതായ ശിക്ഷ കിട്ടണം. പക്ഷെ ഒരു കാര്യമാണ്, ചിലപ്പോൾ ഇൻറ്റൻഷനോട് കൂടി അല്ലാതെ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വീഡിയോ എടുത്ത് പരസ്യമായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന മാനഹാനി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നത്? ഇത് ഇൻറ്റൻഷനോട് കൂടിയാണോ ഇൻറ്റൻഷണൽ അല്ലാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും? കാര്യം കുറ്റം ചെയ്യാത്തവരും ഇതിൽ അകപ്പെട്ടു പോവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കുറ്റം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പം വ്യാപകമായിട്ട് കണ്ടുവരുന്നൊരു റീലാണ്. റീച്ചിന് വേണ്ടിയിട്ടെല്ലാം ചിലരങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പല വീഡിയോ കൂടെ നമുക്ക് കാണാനുണ്ട്. അതായത് വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട്. ചിലപ്പം നമുക്ക് KSRTCയിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ, പ്രത്യേകിച്ച് KSRTCയിലാണ് ഈ കാര്യം കൂടുതലായിട്ട് സംഭവിക്കുന്നത്. KSRTC എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും, വളരെ ഇടുങ്ങിയ രീതിയിലാണ് അതിനകത്ത് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും, അല്ലെങ്കിൽ അതിനകത്ത് ഈവൻ നിൽക്കുമ്പോൾ പോലും നമുക്ക് നല്ല ആൾക്കാർ, റഷായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തുള്ള ആളിൻ്റെ ശരീരത്തിൽ തീർച്ചയായിട്ടും ടച്ച് ചെയ്യും. അത് ഒരിക്കലും മനഃപൂർവ്വമായിരിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സ്പേസ് കുറവാണ് അതിൽ. പക്ഷേ പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കും ഇത് ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നതായിരിക്കും. കാര്യം ബസ്സിൽ കയറി അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ഞരമ്പ് രോഗികളുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഞരമ്പ് രോഗികൾ ചെയ്യുന്നതിന് ഈ പാവപ്പെട്ട ഈ പറയുന്ന ഇതൊന്നും അറിഞ്ഞിടാത്ത ചില ആണുങ്ങളും ഇതിന് ഇരയായി പോവും എന്നുള്ളതാണ് കാര്യം. സീറ്റിലിരുന്നാൽ തന്നെ 3 പേരിരിക്കുന്ന സീറ്റിലോ അല്ലെങ്കിൽ 2 പേരിരിക്കുന്ന സീറ്റിലോ വളരെ സ്പേസ് കുറഞ്ഞ സീറ്റാണ്. അപ്പോൾ ആ സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അറിയാതെ കൈയൊക്കെ ഒന്ന്, മനുഷ്യനാണ്, കൈയൊക്കെ ഒന്ന് അനക്കി കഴിഞ്ഞ് കയറി ടച്ച് ആവണമെന്നെങ്കിൽ എങ്ങനെ മനഃപൂർവ്വം ടച്ച് ആവണം എന്നുള്ളത് പറഞ്ഞായിരിക്കും ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നതും കേസാക്കുന്നതും അവരെ നാണം കെടുത്തുന്നതുമെല്ലാം. പക്ഷെ കുറ്റം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാവും, അങ്ങനെ ഉള്ളവർ തീർച്ചയായിട്ടും ശിക്ഷിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ കുറ്റം ചെയ്യാതെ, ഇൻറ്റൻഷനോട് കൂടി മനഃപൂർവ്വം ചെയ്യാതെ ഇങ്ങനെ ആക്സിഡൻറ്റിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ വീഡിയോ എടുത്ത് നാണം കെടുത്തിയാലും അല്ലെങ്കിൽ നിയമപരമായിട്ട് കേസെടുത്താലും അവർക്ക് എന്ത് നീതിയായിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ്. അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, തീർച്ചയായിട്ടും സ്ത്രീകളുടെ സീറ്റിൽ ഒരിക്കലും പുരുഷന്മാർ ഇരിക്കരുത്. പിന്നെ പുരുഷന്മാരുടെ സീറ്റിനും ഒരിക്കലും സ്ത്രീകൾ ഇരിക്കരുത് എന്നുള്ള നിയമം കൂടെ കൊണ്ടുവരണം. അതായത് സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും സെപ്പറേറ്റ് സീറ്റ് ഉണ്ടാക്കണം. കാര്യം ആ സീറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സീറ്റിൽ, പുരുഷന്മാരുടെ സീറ്റിൽ ഒരിക്കലും സ്ത്രീകൾ വന്നിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വരണം. കാര്യം സ്ത്രീകളുടെ സീറ്റിൽ ഒരിക്കലും പുരുഷന്മാർ ഇരിക്കരുത്. അതോടൊപ്പം തന്നെ ഈ പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾ വന്നിരിക്കാറുണ്ട്. അപ്പം ഈ പറയുന്ന പോലെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും അവിടെ ഇല്ല. പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾക്ക് ഇരിക്കാം, പക്ഷെ സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ പുരുഷന്മാർ സീറ്റില്ലാതെ വരുമ്പോഴായിരിക്കും അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഒന്നുകിൽ അങ്ങനെയുള്ള നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സ്പേസ് ഉള്ള ഒരു ബസ്സിനകത്ത് കുറച്ചുകൂടി സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം അല്ലെങ്കിൽ അതിനകത്ത് CCTV ക്യാമറ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആൺപിള്ളേരും ഇതിൽ പെട്ടുപോകും എന്നുള്ളതാണ്.